എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടയർ കമ്പനികളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് വരും ദിവസങ്ങളിൽ മിക്കവാറും മുകളിലേക്ക് ഉയരാൻ സാധ്യതയുള്ള രണ്ട് ടയർ കമ്പനി. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് എല്ലാവരോടും വിനീതമായി പറയുകയാണ്. കാരണം ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് മുകളിലേക്കും മറ്റൊരു ലെവൽ കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് താഴേക്കും വരാൻ ഉള്ള ആ ലെവലുകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാനുള്ള ഒരു വീഡിയോ ആയി മാത്രം ഇതിനെ കാണുക. ഇനി ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടോ ഒരു സ്റ്റോക്കിനെ മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം, സമയം കളയണം. ആദ്യത്തെ നമ്മുടെ ഷെയറാണ് സിയറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയറാണ്. നമ്മളിപ്പോൾ ചാർട്ടിൽ കാണുന്ന ഇതാണ് സിയറ്റ്. നമുക്കതിൻ്റെ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കതിൻ്റെ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സിയറ്റ് ലിമിറ്റഡ്. ഏകദേശം മാർക്കറ്റ് ക്യാപ്പ് 16,263 കോടി മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ ഉണ്ട്. അതോടെ സ്റ്റോക്ക് 16 ഉള്ളൂ ശരിക്കും സ്റ്റോക്ക് ഇപ്പോൾ. ROC 20 ഉണ്ട്, ROE 18.1 ഉണ്ട്. നല്ല വെരി ഗുഡ് ROയും ROCയും ആണ്. കമ്പനിയുടെ കടങ്ങൾ കമ്പനി കുറച്ചിട്ടുണ്ട്, റെഡ്യൂസ് ഡെറ്റ് കുറച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് നമ്മൾ നോക്കിയാൽ ഗ്രാജുവലി കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ട. 2021 തൊട്ടിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവലി കയറിക്കൊണ്ട് 130, 140, 208 കണ്ട. ഇങ്ങനെ ലാസ്റ്റ് 3 ക്വാർട്ടറിൽ കുറച്ച് കുറവാണെങ്കിൽ കൂടിയും അത്യാവശ്യം പ്രോഫിറ്റ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം ഒരു 47% ഷെയർസും പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ വെച്ച് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വീണ്ടും ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ ചാർട്ട് നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ എന്താണ് കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വലിയ കയറ്റം ഉണ്ടായിരുന്നു കണ്ടാ. ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് ആ കയറ്റത്തിൽ നല്ല വോള്യൂം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെ നല്ല വോള്യൂം കണ്ട. ഈ മാസം അതായത് ജൂൺ മാസം തൊട്ടിട്ട് ജൂലൈ മാസത്തിലും നല്ല വോള്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അത് നല്ലൊരു വോള്യത്തോടുള്ള ക്യാൻഡിലാണ്. അതുകൂടാതെ ആ ഗ്രീൻ ക്യാൻഡിലെ പ്രത്യേകത നോക്കിയാൽ ആ ഗ്രീൻ ക്യാൻഡിൽ ലോ ഇത് ഇവിടെ മാർക്ക് ചെയ്യുക. അത് 2600 ആ ഗ്രീൻ ക്യാൻഡിൽ ലോ ഏകദേശം വരുന്നത്. ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ വരുന്നത് ഇവിടെയാണ് ഏകദേശം 2900 മുകളിൽ, അതായത് 2920 അതിൻ്റെ ഹൈ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈയും ലോ, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയും ലോ. പക്ഷേ ബാക്കിയുള്ള ക്യാൻഡിൽ മുഴുവൻ ഇതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ട. അപ്പോൾ ഇതിനെ പറയാം ഒരു മദർ ക്യാൻഡിൽ എന്ന് പറയുന്നു. അപ്പോൾ മേ ബി ഇതിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് പിന്നെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റാണ് കാണിക്കും. അത് ഒന്നാമത്തെ കണ്ടീഷൻ. നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നു വിത്ത് വോളിയം ഉണ്ട്. അതുകൂടാതെ ആ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള ക്യാൻഡിൽ മുഴുവൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൂടാതെ അത് കാറ്റഗറി നമ്പർ 1, കണ്ടീഷൻ നമ്പർ 1. ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് വേണ്ട. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇത് കയറി നല്ലൊരു ഗ്രീൻ ക്യാൻഡിലോട് കയറി. അതുകൂടാതെ നമ്മൾ മറ്റൊരു പോയിന്റും കൂടി നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഏരിയ. ഈ ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഈ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ കയറിപ്പോയ ഏരിയ, അതിനുശേഷം ഇവിടെ ഒന്ന് താഴേക്ക് വന്നു ടച്ച് ചെയ്ത ഏരിയ, അതിനുശേഷം ഇവിടെ ഒരു ഈ ഏരിയ ഒരു കൺസോൾട്ടേഷൻ, ഈ ഏരിയയുടെ സൈഡിലായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഈ ഏരിയ വരെ ടച്ച് ചെയ്തു, അതിനുശേഷം ഈ ഏരിയ കയറിപ്പോയി, അതിനുശേഷം വീണ്ടും ഈ ഇവിടെ മേജർ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, അതിവിടെ സപ്പോർട്ടായിട്ട് മാറുകയാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 2600 എന്ന് പറയുന്ന ആ ഏരിയ ആണിത്. അതായത് ഏകദേശം 2620 2618 എന്ന് പറയുന്ന ആ റേഞ്ചാണിത്. 2620 ഏകദേശം 2600 എന്ന് പറയുന്ന ആ റേഞ്ചാണിത്. അപ്പോൾ ഈ ഏരിയനെ നമ്മൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്.
അത് നമ്മളെ രണ്ടാമത്തെ കാറ്റഗറി. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഒന്ന് ഇതിൽ നോക്കാനായിട്ട് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ കൂടി ഒരു മാർക്ക് ചെയ്തുകൊണ്ട ഇത് ഈ മാർക്ക് എന്ന് വെച്ചാൽ 2920 ഏകദേശം ഒരു 3000-നും ഇടയിൽ, 2920 2950 മേ ബി ഇതിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ഈ കണ്ടീഷൻ പറഞ്ഞു. ഈ കണ്ടീഷൻ പറഞ്ഞു വെച്ചാൽ എത്ര നമ്മൾ പറഞ്ഞ 2920 അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം? ഇവിടുത്തെ മദർ ക്യാൻഡിലിനെ ഇത് ക്ലോസ് ചെയ്ത് മുകളിൽ പോകും. അതുകൂടാതെ ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് കണ്ട എത്രയോ പ്രാവശ്യം ടച്ച് ചെയ്ത് കയറാനായിട്ട് സാധിച്ചില്ല. ഒരു പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു അല്ലേ, കുറച്ച് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം 2 ക്യാൻഡിലോ 3 ക്യാൻഡിലോ ടച്ച് ചെയ്ത് ഇവിടെ കുറച്ച് ക്യാൻഡിലുകൾ ഇങ്ങനെ നിന്നു, കയറാൻ സാധിച്ചില്ല. ഇവിടുത്തെ ഹൈ 2 ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിലിൻ്റെ ഹൈ ആണ്. അപ്പം 3 പ്രാവശ്യം ഈ 2920 എന്ന് പറയുന്ന ആ റേഞ്ച്, ഈ റേഞ്ച് എന്ന് പറയുന്നത് 2920 എന്ന് പറയുന്ന റേഞ്ച് കയറാനായിട്ടില്ല. അപ്പം മേ ബി 4ാമത്തെ അറ്റംപ്റ്റിൽ അവൻ ചിലപ്പോൾ കയറി പോയിന്നിരിക്കും. അപ്പോൾ അത് ആ ലെവല് നമ്മളൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വലുത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല ഈസി ആയിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ അത് 3ാമത്തെ ക്രൈറ്റീരിയ. ഇപ്പം 3 കണ്ടീഷൻ പറഞ്ഞല്ലോ. ഇനി അടുത്ത ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും കൊടുത്താൽ, അതായത് മേ ബി അടുത്ത പോസിബിലിറ്റി ഓഫ് ദ കയറ്റത്തിലുള്ള പോസിബിലിറ്റി നമ്മളിത് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു, ഇൻട്രാഡേ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ട്. അടുത്ത ക്യാൻഡിൽ നമുക്ക് ഇവിടെ വന്നു, ഇവിടെ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. വലിയൊരു ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്തു എന്ന് കരുതുക. അടുത്ത ക്യാൻഡിലും ഇവിടെ ടച്ച് ചെയ്യുക എന്ന് പറയുന്നു. അടുത്ത ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു എന്ന്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് നോൺ സ്റ്റോപ്പ് ഇടാം. അതായത് 2600 നിന്ന് നോൺ സ്റ്റോപ്പായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പുൾ ബാക്കിന് വീണ്ടും ഒരു സാധ്യത ഇവിടെ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പിന്നെ തിരിഞ്ഞിട്ട് മുകളിലേക്ക് കയറാനാണ് സാധ്യത. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തു, ഒരു ചെറിയ ക്യാൻഡിൽ. അതുകൂടാതെ 2ാമത്തെ ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ 3ാമത്തെ ക്യാൻഡിൽ പിന്നെയും ഇങ്ങനെ ഇടുന്ന വെച്ചാൽ ഈ കണ്ടീഷനിൽ ഇതിൻ്റെ കയറ്റത്തിന് സ്ട്രെങ്ത്ത് കൂടും. കാരണം 4 പ്രാവശ്യം ടച്ച് ചെയ്തു ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു, കുറച്ച് നാൾ ഇവിടെ ടച്ച് ചെയ്തു, 3ാമത് ഇവിടെ ടച്ച് ചെയ്തു, 4ാമത് ഇവിടെ ടച്ച് ചെയ്ത് ചെറുതായിട്ട് പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ കയറ്റത്തിൽ നമ്മൾ ഈ ലാസ്റ്റ് ഇപ്പോൾ പറയുന്ന കയറ്റത്തിൽ നല്ലൊരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിന് മുൻപ് പറഞ്ഞ കണ്ടീഷനിലേക്കാളും കൂടുതൽ ടാർഗറ്റ് ഇങ്ങനത്തെ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. കാരണം എന്ന് വെച്ചാൽ 4 പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് 5ാമത്തേൽ നല്ലൊരു ശക്തിയോടുകൂടി നമ്മൾ പറയല്ലോ, നല്ല സ്പീഡിൽ ബോൾ എറിയുടെ പോലെ ശക്തിയോടെ കൂടി എറിഞ്ഞിട്ട് ഇത് ഫുള്ള് ബ്രേക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റത് വരുമ്പോൾ ഈ 2600 നിന്ന് തുടങ്ങിയതാണിത്. അപ്പോൾ ഒരു പോസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഏകദേശം ഒരു 3100 അല്ലെങ്കിൽ അങ്ങനെ ആ റേഞ്ചൊക്കെ വരുമ്പോൾ ഒരു കിതപ്പ് ഇതിന് പ്രകടമാകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു ചെറിയ പുൾ ബാക്ക് വന്നിട്ട് കയറുകയാണെങ്കിൽ ആ കയറ്റത്തിനാണ് സ്ട്രെങ്ത്ത് കൂടുക. അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എല്ലാവരും ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇതിനെ വീക്കിലി ചാർട്ടിൽ വന്നാലും നമുക്ക് ഏകദേശം കണ്ട ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ 2950 2920 ആ റേഞ്ചിൽ. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടിലും നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം വീക്കിലി ചാർട്ട് എടുക്കുമ്പോഴും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സിയറ്റ് എന്ന ഷെയർസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. നമ്മളെ അടുത്ത ഷെയറാണ് അപ്പോളോ ടയർ. ഇതാണ് അപ്പോളോ ടയറാണ് ഇത്. അപ്പോളോ ടയർ നമ്മൾ ഇവിടെ അതിൻ്റെ ചരിത്രത്തിൻ്റെ വീതികളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പോളോ ടയറിൻ്റെ ആ ചരിത്ര വീതികളിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. അപ്പോഴാണ് നമുക്ക് ടെക്നിക്കൽ അനാലിസിൻ്റെ ആ ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഷെയർ കയറി വന്നു, രണ്ട് പ്രാവശ്യം ഇവിടെ അറ്റംപ്റ്റ് ചെയ്തു കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും താഴേക്ക് വന്നു. ഇവിടെ കണ്ട ഈ അറ്റംപ്റ്റ് ചെയ്ത ആ സ്ഥലം തന്നെ എത്തി. ഇവിടെ വീണ്ടും കയറാനായിട്ട് ചെറിയൊരു പുൾബാക്ക് വേണ്ട, ചെറിയൊരു പുൾബാക്ക് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിലുണ്ട്. ഇവിടെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലോട് കയറി, പക്ഷെ അത്ര കയറാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കയറാൻ സാധിക്കാത്ത 2 കാരണങ്ങളുണ്ട്. ഇവിടെ വലിയ ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്.
നമുക്കിവിടെ നോക്കാം. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ആ ക്യാൻഡിൽ വലിയ ഗ്രീൻ ക്യാൻഡിൽ ഇതിവിടെ ഒന്ന് മാർക്ക് ചെയ്താൽ ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ഉണ്ടാ, വലിയ ഗ്രീൻ ക്യാൻഡിലാണ്. പക്ഷേ കയറാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ട് കയറാൻ വേണ്ട രീതിയിൽ ജസ്റ്റ് ചെറിയൊരു കയറ്റം നമുക്ക് കിട്ടിയിട്ടു. കാരണം എന്ന് വെച്ചാൽ 2 കാരണങ്ങളാണ് ഇവിടെ ഈ കണ്ടീഷൻ. ഈ പ്രത്യേകം ഓർമ്മ വയ്ക്കുക ഇങ്ങനത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വോളിയം കുറവാണ് ഉണ്ടാ, വോളിയം ഇല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്നാണ് ഷെയർ കയറിപ്പോയത്, അതായത് 410 ആ റേഞ്ചിലാണ് കയറിപ്പോയത്. അപ്പോൾ 410 നിന്ന് ഏകദേശം 450 വരെ പോയി. ഇത് കണ്ട 450 വരെ 70 പോയിന്റ് ഇത് മൂവ് ചെയ്തു 470. അപ്പോൾ ഏകദേശം ഒരു 15% ഇമ്മീഡിയറ്റ് ആയിട്ട് കയറിപ്പോയി. 15% ഇമ്മീഡിയറ്റ് കയറി പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് താഴേക്ക് ഇരിക്കും. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ചെറുതായിട്ട് താഴേക്ക് ഇരുന്നു, വീണ്ടും കയറിപ്പോയത്. വീണ്ടും കയറിപ്പോയിട്ട് വീണ്ടും ഇങ്ങനെ താഴ്ന്നു ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു റേഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണ്ട. ഇവിടെ ഇത്ര വന്ന്, അപ്പോൾ നമുക്ക് ആ റേഞ്ചിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോവാം. നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ കയറിപ്പോയ ഈ റേഞ്ച് ഉണ്ടല്ലോ കണ്ട, ഇത് റേഞ്ച്, ഇവിടെ ഈ റേഞ്ചു അതാണ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറിയിട്ടുള്ളത്. കണ്ട, അതിവിടെ സപ്പോർട്ടായിട്ട് മാറി. ഇവിടെ 2 പ്രാവശ്യം കണ്ട, 2 പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 പ്രാവശ്യമായിട്ട് ഇവിടെ വലിയൊരു ക്യാൻഡിലിൻ്റെ ലെഗ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് അവിടെ മാറി. അതതിൻ്റെ ചരിത്രവേദി. അപ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞാലൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇവിടുത്തെ സ്റ്റോക്ക് ഇവിടെ നിന്ന് കയറിപ്പോയി കണ്ട, ഇവിടെ ഒരു റേഞ്ചിൽ കിടന്നു ട്രേഡ് ചെയ്തു. റേഞ്ചിൽ കിടന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം 500, കറക്റ്റ് 500 എന്ന് പറയുന്ന ആ റേഞ്ച്, കറക്റ്റ് സൈക്കോളജിക്കൽ ലെവൽ 500 എന്ന് പറയുന്ന ആ സൈക്കോളജിക്കൽ ലെവലിൽ ഇവിടെ ടച്ച് ചെയ്തു. 3-4 ക്യാൻഡിൽ ടച്ച് ചെയ്തു. ഇവിടെ ചെറുതായിട്ട് ടച്ച് ചെയ്യാൻ വന്നു കണ്ട, ഇവിടെ 2-3 ക്യാൻഡിൽ ഇവിടെ ആ സൈക്കോളജിക്കൽ ലെവലിൽ ട്രേഡ് ചെയ്തു, നേരെ ടൊട്ട ഫാളാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ആ സൈക്കോളജിക്കൽ ലെവൽ വരെ ഒന്ന് ഏകദേശം എത്തി. അത് കയറാൻ സാധിച്ചില്ല, വീണ്ടും താഴ്ന്നു. വീണ്ടും ആ ലെവൽ വരെ വീണ്ടും ഒന്ന് കയറാനായിട്ട് സാധിച്ചില്ല, വീണ്ടും താഴ്ന്നു. വീണ്ടും അത് നല്ല രീതിയിൽ കയറി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാണ് അപ്പോൾ 500 എന്ന് പറയുന്ന ആ സൈക്കോളജിക്കൽ ലെവലിൻ്റെ പ്രത്യേകത. അതുകൂടാതെ അവിടെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് നമുക്കൊന്ന് വരച്ചു നോക്കാം. റേഞ്ച് 500 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള റേഞ്ച് ഉണ്ടാ, ഇതൊരു റേഞ്ചാണ്. കാരണം ഇവിടെ നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റും. വേണ്ട, ഇവിടെ ചെറിയൊരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെയും വേണ്ട ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ആ റേഞ്ചിൻ്റെ അവിടെയാണ് ഇവിടെ പുൾ ബാക്ക് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്ര വഴികൾ. അപ്പോൾ അത് കഴിഞ്ഞു പോയി. ഇനി നമുക്ക് വരാനുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതിന് മുകളിൽ ഏകദേശം 560 മുകളിൽ നമുക്കൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ, നമുക്കിവിടെ മാർക്ക് ചെയ്ത് നോക്കാം. 560 മുകളിൽ, ഈ റേഞ്ചിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടുകയാണെങ്കിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇത് വീണ്ടും നല്ലൊരു അപ്സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ റേഞ്ച്, ഈ 520 എന്ന് പറയുന്ന ആ റേഞ്ച് സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ട, ഇതാണ് നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത് 520. ആ 520 താഴെ ഒരു ഇൻട്രാഡേ ക്യാൻഡിൽ വരികയാണെങ്കിൽ അത് വിറ്റുമാറുന്ന രീതിയിൽ വേണം നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി എക്സിക്യൂട്ട് ചെയ്യാൻ. കാരണം അവിടെയാണ് നല്ലൊരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അപ്പോൾ ഇതുവരെ ഈ ഏകദേശം ഒരു 560 വരെ വെയിറ്റ് ചെയ്യുക. അത് അവിടുന്ന് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 520 SL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പോയിന്റിൽ നമുക്ക് SL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അതായത് 520. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ 2 ഷെയർസും നമ്മളുടെ വെയിറ്റ് ലിസ്റ്റിൽ ഇടുക. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബൈ എൻട്രി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ. നമ്മൾ എടുത്തു നോക്കിയാൽ ഏകദേശം ഹൈയിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. കണ്ട, വലിയ ക്യാൻഡിൽ ഹൈയിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. കണ്ട, നമുക്ക് ആ റേഞ്ചിന്, നമ്മൾ ആ പറഞ്ഞ ആ റേഞ്ച് ഉണ്ടല്ലോ, ഈ റേഞ്ച് കയറാൻ സാധിക്കാത്ത ആ റേഞ്ചായിരുന്നു
കാരണം ഇവിടെ നമുക്കറിയാം കണ്ട എത്രയോ ക്യാൻഡിലാണ് ടച്ച് ചെയ്തത്. അതുകൂടാതെ താഴ്ന്നു. അതുകൂടാതെ ഈ ക്യാൻഡിൽ, ഈ വലിയ ഗ്രീൻ ക്യാൻഡിൽ അവിടം വരെ എത്തി. പക്ഷെ വീണ്ടും കയറാനായിട്ട് സാധിച്ചില്ല. രണ്ട് റെഡ് ക്യാൻഡിൽ വന്നു. വീണ്ടും തേർഡ് ഗ്രീൻ ക്യാൻഡിൽ, ലാസ്റ്റ് വന്ന ഗ്രീൻ ക്യാൻഡിലാണ് മുകളിലേക്ക് കയറി നിൽക്കുക. പക്ഷേ നമുക്ക് വീക്കിലി നമുക്ക് നോക്കുമ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റും നല്ല ബൈ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇൻട്രാഡേ നോക്കുമ്പോൾ അവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, ആ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വരെ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 520 SL ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്ക് വകയുണ്ട്. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഷെയർസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് വീണ്ടും പറയുന്ന ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് പറയുന്നു. കാരണം ആ റേഞ്ചുകൾ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.